പാലം പണിയാനും മതിൽ പണിയാനും ഉപയോഗിക്കുന്നത് ഒരേ മെറ്റീരിയൽ തന്നെയാണ്, സിമെൻറ്റും മണലും കല്ലും. അത് ചെയ്യുന്ന കൂട്ടിച്ചേർക്കുന്ന മിക്സർ കൊണ്ടാണ് രണ്ടും പണിയുന്നത്. രണ്ടിൻ്റെയും പർപ്പസ് നമ്മൾ നോക്കുന്ന നല്ലതാണ്. ഈ കഴിഞ്ഞ ദിവസം വായിച്ച ചിന്തയാണ്, ബ്രിഡ്ജ് ജോയിൻസ് ദ പീപ്പിൾ ബട്ട് വാൾ ഡിവൈഡ്സ് ദ പീപ്പിൾ. പാലം മറ്റുള്ളവരെ തമ്മിൽ കൂട്ടി ചേർക്കുന്നു, മതില് മറ്റുള്ളവരെ തമ്മിൽ വിഭജിച്ച് നിർത്തുന്നു, ഡിവൈഡ് ചെയ്ത് നിർത്തുന്നു. ഒരു പടി കൂടി കിടന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു, മനുഷ്യനിൽ നിന്നും അകന്നും അവൻ്റെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് അകന്നും ഒതുങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ അവനവനിലേക്ക് ചുരുങ്ങി നിൽക്കുന്ന ഒരു പ്രകൃതമാണ് മതിൽ പണിയുമ്പോൾ നാം സൃഷ്ടിച്ചെടുക്കുന്നത്. അതേസമയം പാലം പണിയുമ്പോഴും മറ്റുള്ളവയുമായും നമ്മുടെ ആവാസ വ്യവസ്ഥയുമായും ബന്ധപ്പെട്ട് നിർത്താനായിട്ടുള്ള ഒരവസ്ഥ. മനുഷ്യൻ ഈ പ്രപഞ്ചത്തിൽ ഏകനായി ജീവിക്കാൻ വിളിക്കപ്പെട്ടവനോ വിധിക്കപ്പെട്ടവനോ അല്ല. അവൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്തണമെങ്കിൽ പോലും അവൻ ജീവിക്കുന്ന ചുറ്റുപാടുമായും അവൻ്റെ ചുറ്റുപാടിലുള്ളവരുമായും അവൻ്റെ ചുറ്റുപാടിലെ വ്യവസ്ഥിതിയുമായും ബന്ധപ്പെട്ട് മാത്രമേ ആ ജീവിതത്തിന് അർത്ഥം കണ്ടെത്താൻ സാധിക്കുള്ളൂ. അങ്ങനെ ജീവിതത്തെ വ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു പരമമായ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, മറ്റുള്ളവരിൽ നിന്നും അകന്നു മാറാനോ മറ്റുള്ളവരെ അകറ്റി നിർത്താനോ നമുക്ക് നമ്മുടെ തന്നെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അതിന് തുനിയുന്നത് എന്നും, നേരെ മറിച്ച് മറ്റുള്ളവരെ കൂട്ടി ഇണക്കി മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണെന്നുണ്ടെങ്കിൽ ജീവിതത്തിന് വലിയ അർത്ഥം ഉണ്ടാകുന്നു. അപ്പോൾ രണ്ടും നമ്മുടെ കയ്യിൽ തന്നെയാണ്. നമുക്ക് നാമെ പണിപതി നാമം നാഗവും നരകവും എന്ന് പറയുന്ന മാതിരി, എന്ന് ഉള്ളൂർ പറഞ്ഞ മാതിരി, മറ്റുള്ളവരെ അകറ്റി നിർത്താനും മറ്റുള്ളവയെ അകറ്റി നിർത്താനും മതിൽ പണിയുന്നവരായി മാറാതെ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് നിർത്താനും മറ്റുള്ളവയുമായി ചേർന്ന് നിൽക്കാനും, അങ്ങനെ നമ്മുടെ ആവാസ വ്യവസ്ഥയോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിതത്തിന് ഒരു പുതിയ അർത്ഥം കൊടുക്കുന്നവരായി നമുക്ക് മാറാം. അപ്പോഴാണ് ഈ മീനിങ് ഓഫ് ലൈഫ്, ജീവിതത്തിന് തന്നെ എന്തെങ്കിലും ഒരു ലക്ഷ്യം, പർപ്പസ് മാത്രമല്ല അർത്ഥവും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ജീവിതത്തിന് എന്തർത്ഥം എന്ന് അന്വേഷിച്ച് നടക്കുന്ന ആളുകളോടും അർത്ഥം അന്വേഷിച്ച് വിഷമിക്കുന്ന നമ്മളോട് തന്നെയും നമുക്ക് പറയാനുള്ളത്, നമ്മൾ പണിതിട്ടുള്ള മതിലുകൾ പൊളിച്ചിട്ട് അകറ്റി നിർത്തിയവയെയും അകന്നു നിൽക്കുന്നവയെയും അവയിൽ നിന്നെല്ലാം പൊളിച്ച് മാറ്റി എല്ലാവരെയും ബന്ധപ്പെട്ട് നിർത്തുന്ന, ജോയിൻ ചെയ്ത് നിർത്തുന്ന, കണക്ട് ചെയ്ത് നിർത്തുന്നവരായി നമുക്ക് മാറാം. കണക്റ്റഡ് ആകുമ്പോഴാണ് അർത്ഥമുണ്ടാവുന്നത്, ലക്ഷ്യമുണ്ടാവുന്നത്. ഡിസ്കണക്റ്റഡ് ആകുമ്പോൾ നമ്മുടെ അർത്ഥവും ലക്ഷ്യവും നഷ്ടപ്പെടും. അതുകൊണ്ട് നമ്മെ സൃഷ്ടിച്ച ദൈവത്തോടും നമുക്ക് വേണ്ടി ദൈവം സൃഷ്ടിച്ച പ്രപഞ്ചത്തോടും നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി തന്ന പ്രപഞ്ചത്തിലെ മറ്റു സൃഷ്ടികളോടും നമുക്കായി ദൈവം ഒരുക്കി തന്ന നമ്മുടെ സഹോദരങ്ങളോടും കണക്റ്റഡ് ആയിക്കൊണ്ട് ജീവിതത്തിൻ്റെ അർത്ഥവും ജീവിതത്തിൻ്റെ ലക്ഷ്യവും കണ്ടെത്താൻ നമുക്ക് പരിശ്രമിക്കാം. അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.